ഭാര്യയുടെ പേരിലെടുത്ത 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ നടത്തിയ കൂട്ടക്കൊല. ഭാര്യയും മക്കളും അപകടത്തിൽ മരിച്ചുവെന്ന രീതിയിൽ പിന്നീട് കഥകൾ പ്രചരിപ്പിക്കുന്നു. 2013 മലപ്പുറം അരീക്കോട് 3 പേരെ വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. കേസിൽ പോലീസിന്റെ പിടിയിലായ പ്രതി പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി 12 വർഷത്തോളമാണ് കാണാമറയത്ത് ഒളിവിൽ കഴിഞ്ഞത്. അക്കാലയളവിൽ ബംഗളൂരുവിൽ വെച്ച് മറ്റൊരു വിവാഹം കഴിച്ചു. അങ്ങനെ കുടുംബത്തോടൊപ്പം ഒളിവിൽ ജീവിക്കുമ്പോഴാണ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത്. നാടിനെ നടുക്കിയ അരീക്കോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി 12 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. പാവൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ കർണാടകയിലെ പരപ്പന അഗ്രഹാരത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ പരപ്പ അഗ്രഹാരത്തിൽ ഇയാൾ താമസിക്കുന്നതായി രഹസ്യവിവരം ലഭിച്ച കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിസാഹസികമായാണ് പ്രതിയെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തത്. 2015 നാട്ടിൽ നിന്ന് മുങ്ങിയ ഷെരീഫ് ബംഗളൂരുവിൽ പട്ടാണി എന്ന വ്യാജേനയാണ് താമസിച്ചിരുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിച്ച് ആധാർ കാർഡും മറ്റും വ്യാജമായി ഉണ്ടാക്കി ഇവിടെ സ്ഥിരതാമസക്കാരനായി മാറുകയായിരുന്നു. രാത്രി മാത്രമായിരുന്നു ഇയാൾ ടാക്സി ഓടിച്ചിരുന്നത്. ഹിന്ദി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. മീശയും താടിയുമെല്ലാം പട്ടാണിയുടെ രൂപഭാവത്തിലേക്ക് മാറ്റി എല്ലാ അർത്ഥത്തിലും വേഷപ്രച്ഛന്നനായി ജീവിക്കുകയായിരുന്നു പ്രതി. ഇത്തരത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ ജീവിച്ചിരുന്ന പ്രതിയെയാണ് കൊണ്ടോട്ടി പോലീസ് സംഘം സാഹസികമായി പിടികൂടിയത്. സ്വന്തം ഭാര്യയും 2 കുട്ടിയും, ഒരു കുട്ടിക്ക് 2 വയസ്സും മറ്റൊരു കുട്ടിക്ക് 5 വയസ്സും 3 ആട്കളെയും മർഡർ ചെയ്തിട്ട് മനഃപൂർവ്വമായിട്ട് ഒരു വെള്ളത്തിൽ തള്ളി ഡ്രൗണിങ് ചെയ്ത് ഉണ്ടായിരുന്നു. ആ കേസിൽ ആൾമോസ്റ്റ് 11 ഇയേഴ്സ് കഴിഞ്ഞ് 11 ഇയേഴ്സായിട്ട് ആബ്സ്കോണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അവരെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. അവൻ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്നു. അവന് അവിടെ ഒരു പുതിയ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അവർക്ക് അവിടെയും കുട്ടികളുണ്ട്. കൊലപാതക കേസിൽ സാക്ഷി വിസ്താരം നടക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ഒളവട്ടൂർ മായങ്കരത്തടത്തിൽ സാബിറ, മക്കളായ 4 വയസ്സുകാരി ഫാത്തിമ ഫിദ, 2 വയസ്സുകാരി ഹൈഫ എന്നിവരെ വെള്ളക്കെട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് ഷെരീഫ് അറസ്റ്റിലായത്. 2013 ജൂലൈയിലായിരുന്നു സംഭവം. ഭാര്യയും മക്കളും അപകടത്തിൽ മരിച്ചുവെന്നായിരുന്നു ഷെരീഫ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൂട്ടക്കൊലയാണ് ഇതെന്ന് വ്യക്തമായി. ഭാര്യയുടെ പേരിലെടുത്ത 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക സ്വന്തമാക്കി പുതിയ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. കുറ്റകൃത്യം നടന്ന് 76-ാം ദിവസം അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിനിടെ പ്രതിക്ക് ജാമ്യം ലഭിച്ചു. മഞ്ചേരി സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾക്കാനായി പ്രതി ഹാജരായിരുന്നു. 2014 ഏപ്രിൽ 22-നാണ് പ്രതി ഒളിവിൽ പോയത്. സാബിറയുടെ കുടുംബം നീതി തേടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.